വാട്സപ്പ് കൂടെ നമ്മൾ ഒരു ഫോട്ടോ വീഡിയോ എന്തെങ്കിലും അയക്കുന്നേരോ അതിന്റെ ക്വാളിറ്റി കുറഞ്ഞിട്ട്, അതായത് അത് കംപ്രസ് ചെയ്ത് ക്വാളിറ്റി കുറഞ്ഞിട്ട് വളരെ കുറഞ്ഞ ക്വാളിറ്റിയിലാണ് ആർക്കാണോ നമ്മൾ അയക്കുന്നത് ഓലിക്ക് അത് കിട്ടും. അപ്പൊ നമ്മളെ ഫോണിൽ നമ്മൾ എടുക്കുന്ന വീഡിയോസ് ഫോട്ടോസും ഒക്കെ അത് നല്ല ക്വാളിറ്റിയിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഇപ്പം പുതിയ ഫോണിന്റെ ക്യാമറിനെ പറ്റിയൊന്നും ഞാൻ പറയണ്ടല്ലോ. ഹൈ ക്വാളിറ്റി ഫോട്ടോസ് വീഡിയോസും ഒക്കെ നമുക്ക് എടുക്കാം. പക്ഷെ അത് നമ്മൾ അയച്ചു കൊടുക്കുന്നേരം ഇങ്ങനെ ഉണ്ടാകുക. അത് മാത്രമല്ല, ഒരു വീഡിയോ നമ്മൾ അയക്കാണ്ടെങ്കിൽ 16 MB മേലെ വാട്സപ്പ് കൂടെ അയക്കാനാകില്ല. നിങ്ങൾക്ക് എത്ര വലിയ വീഡിയോയും അതിന്റെ ക്വാളിറ്റി തീരെ കുറയാണ്ട്, അതായത് നമ്മൾ എടുത്ത അതേ ക്വാളിറ്റിയിൽ സുഹൃത്തിനോ ആർക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കുക വാട്സപ്പ് കൂടെ. അതിനുള്ളൊരു വയ്യാന്ന് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതിന് നിങ്ങൾ പ്രത്യേകിച്ച് ആപ്ലിക്കേഷനോ അതും ഇതൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട. നിങ്ങളെല്ലാവരെയും ഫോണിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഗൂഗിളിന്റെ ഫോട്ടോസ് എന്ന് പറയുന്ന സാധനം. ഈ പല കളറിൽ ഒരു പങ്ക പോലെയുള്ള ഐക്കണുള്ള ഒരു സാധനമില്ലേ, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നമുക്ക് അയക്കേണ്ടി നമ്മളെ ഗാലറിയിലുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അവിടെ കാണും. അതിൽ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ അയക്കേണ്ടി ആ വീഡിയോ, അല്ലെങ്കിൽ ഏത് ഫോട്ടോ ആണോ അയക്കേണ്ടി അതൊന്ന് സെലക്ട് ചെയ്യുക. ഇത് ഞാൻ ഇപ്പം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ സെലക്ട് ചെയ്യാന്ന്. നിങ്ങൾക്ക് എത്ര വലിയ വീഡിയോ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ എത്ര ഫോട്ടോസും സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് ചെയ്തതിനു ശേഷം മേലെ ഒരു ഷെയർ ഐക്കൺ ഉണ്ടാവും. ആ ഷെയർ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ഷെയർ ചെയ്യേണ്ട കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതൊക്കെ അടന്നോട്ടെ. നമുക്കിവിടെ ക്രിയേറ്റ് ലിങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. ഒരു വളഞ്ഞ കൊക്കയും കുളത്തും പോലത്തെ സാധനം, അതൊന്ന് ഞെക്കിയേക്കുക. ഞെക്കിയാൽ അത് ക്രിയേറ്റ് ആകുന്ന ലിങ്ക് ക്രിയേറ്റ് ആകുന്ന ചെറിയൊരു ടൈം വെയിറ്റ് ചെയ്ത്. ഇപ്പൊ ചെറിയ വീഡിയോ ആയതുകൊണ്ട് പെട്ടെന്നായി. നിങ്ങൾ വലിയ വീഡിയോ ഒക്കെ സെലക്ട് ചെയ്യാണ്ട് ഇത് ലിങ്ക് ക്രിയേറ്റ് ആയി കുറച്ചൊരു ടൈം എടുക്കും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് ക്രിയേറ്റ് ആയി കഴിഞ്ഞ് ലിങ്ക് ആയി കഴിഞ്ഞ് ഇനി നമുക്ക് വാട്സപ്പ് കൂടെ ഏത് കോൺടാക്റ്റിലേക്കാണോ ഷെയർ ചെയ്യേണ്ടത് ആ കോൺടാക്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അങ്ങ് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ ഇത് കിട്ടുന്നാക്ക് എങ്ങനെയാ സംഭവം? ഒരു ലിങ്ക് അല്ല ഇത്. ഒന്ന് വേറൊരു ഫോണിലേക്ക്, ഞാൻ ഈ ഫോണിലേക്ക് ഇത് അയച്ച് ഇതൊന്ന് എടുത്ത് തുറന്നു നോക്കുക. ഇതിൽ വാട്സപ്പ് എടുത്ത് നമ്മളെ ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്രോമിൽ കൂടെ വേണോ ഫോട്ടോസ് കൂടെ വേണോ എന്ന് ചോദിക്കും. ഏത് കൂടെയാണോ വേണ്ടി അതിൽ കൂടെ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ആ വീഡിയോ ഇവിടെ വന്ന് ഇനി നമുക്കിത് ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ, ഇതാർക്കാണോ കിട്ടുന്നത് അവർക്ക് ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ 3 ഡോട്ട് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഗാലറിയിൽ ഡൗൺലോഡ് ആയിക്കോളും. ഇങ്ങനെ എത്ര വലിയ വീഡിയോ ചെറിയ വീഡിയോ ഒക്കെ ക്വാളിറ്റി കുറയാണ്ട് നമുക്ക് വാട്സപ്പ് കൂടെ തന്നെ സുഹൃത്തിന് അയച്ചു കൊടുക്കുക. എങ്ങനെയുണ്ട് സംഭവം? ഇത് നിങ്ങൾക്ക് മുമ്പ് അറിയാനൊന്നുണ്ടെന്ന് കമന്റ് ചെയ്തേ കേട്ടോ. അറിഞ്ഞുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ അറിയാത്ത വേറെ ആൾക്കാരുണ്ടാവും. ഒലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്. പവർ ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.